ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ജാവ ക്ലാസിക്. അത് പഴയ മോഡലല്ല, പുതിയ മോഡലാണ്. 2020 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് വന്നിരിക്കുന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ പറഞ്ഞത് രാവിലെ സ്റ്റാർട്ട് ആവുന്നില്ല, മോർണിംഗ് സ്റ്റാർട്ട് ആവുന്നത്, അതേപോലെ ഓടി കുറഞ്ഞ നേരം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പോയി വണ്ടി എടുത്ത് നമ്മളിവിടെ കൊണ്ടുവന്ന എല്ലാം A to Z കാര്യങ്ങളും ചെക്ക് ചെയ്ത്. അപ്പം നമ്മൾ കസ്റ്റമർ നമ്മളടുത്ത് പറഞ്ഞായിരുന്നു കൂളൻ്റ് ഞാൻ വന്നിട്ട് ഒഴിച്ച്. അപ്പോൾ കസ്റ്റമർ ഇവിടെ ഉള്ളതല്ല, വിദേശത്തുള്ളതാണ്. അപ്പോൾ വിദേശത്ത് വന്നപ്പോൾ ഇതിനകത്ത് തുറന്നിട്ട് ഇച്ചിരി കൂളൻ്റ് പുള്ളി ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പോയി വണ്ടി കണ്ടിട്ട് നമ്മൾ ആ വണ്ടി എടുത്തുകൊണ്ട് വന്ന് പ്ലഗും സ്പാർക്ക് പ്ലഗും കാര്യങ്ങളെല്ലാം നോക്കി. പക്ഷേ ഈ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പിന്നെ കൊണ്ട് കൊടുത്തപ്പം കസ്റ്റമർ പറഞ്ഞ് പിന്നെ സ്റ്റാർട്ട് ആവുന്നില്ല, രാവിലെ എടുക്കുമ്പോൾ പിന്നെ സ്റ്റാർട്ട് ആവുന്നില്ല. നമ്മളപ്പോൾ അഴിച്ചു നോക്കിയപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂളൻ്റ് ഫില്ല് ചെയ്യുന്ന ഇതാണ്. ഒരിക്കലും നമ്മൾ ഇതിനകത്ത് കൂളൻ്റ് ഒഴിക്കരുത്. ഇത് റേഡിയേറ്റർ ഇതാണ്, ഇതിനകത്താണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം കസ്റ്റമർ ഇത് തുറന്നിട്ട് ഇതിനകത്ത് കസ്റ്റമർ തന്നെ ഇത് ഒഴിച്ച് കൂളൻ്റ് ഒഴിച്ചപ്പം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടാങ്ക് നിറഞ്ഞ് ഓവർഫ്ലോ ആകുമ്പോഴത്തേക്ക് ഈ വണ്ടി ഓട്ടോമാറ്റിക്ക് നിൽക്കും. വണ്ടി പിന്നെ സ്റ്റാർട്ട് ആവണമെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് ഈ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ കൂളൻ്റ് തന്നെ ഒഴിക്കുന്നവർ ഒരിക്കലും ഒഴിക്കരുത്. അതെന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പിലോ കാര്യങ്ങളോ ആർക്കെങ്കിലും അറിയാവുന്നവരെ കൊണ്ടേ ഒഴിപ്പിക്കാവും. അപ്പം ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കും. അപ്പം ജാവയുടെ നമ്മൾ എല്ലാ പണിയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജാവ സംബന്ധമായിട്ട് എന്ത് സർവീസ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് വിളിക്കുക. അപ്പം തന്നെത്താനെ ഒന്നും ആരും ഒഴിക്കാൻ നോക്കുക. അപ്പം വേറെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.